വാഹന അപകടത്തിൽ 2001 മരിച്ച ഹൗസ് വൈഫിനെ സുപ്രീം കോടതി നഷ്ടപരിഹാരം 62 ലക്ഷത്തിൽ പരം രൂപ അവാർഡ് ചെയ്തു. ഇന്ത്യയിലെ സുപ്രധാനമായ ഒരു വിധിയാണിത്. ജസ്റ്റിസ് സഞ്ജയ് കരോളും ജസ്റ്റിസ് എൻ.കെ. സിംഗുമാണ് ഈ സുപ്രധാന വിധി നടപ്പാക്കി. അവരുടെ നിരീക്ഷണത്തിൽ ജോലിയില്ലാത്ത ഭാര്യമാർ, അമ്മമാർ, ഹൗസ് വൈഫ് അല്ലെന്നൊക്കെ ഹോം മേക്കർ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്, ആഹാരം ഉണ്ടാക്കി തരുന്നവർ. അതല്ല സുപ്രീം കോടതി ഇപ്പം നിരീക്ഷിച്ചത്. 2001 3 കുട്ടികളെ അമ്മയായ 35 വയസ്സുകാരി ഒരു വാഹന അപകടത്തിൽ മരിച്ചു. അവർക്ക് 3 കുട്ടികളുണ്ടായിരുന്നു. ഭർത്താവ് തനിച്ചായി. കുട്ടികളെ സംരക്ഷിക്കേണ്ട ചുമതല ഭർത്താവിൻ്റെ ചുമതലയിലായി. 2001 അവിടെ ട്രിബ്യൂണലിൽ നഷ്ടപരിഹാരം കൊടുത്തു 2,42,000 രൂപ. അതിൽ അദ്ദേഹം തൃപ്തനായില്ല. അദ്ദേഹം അവിടുത്തെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ പോയപ്പോൾ 8,43,000 രൂപ അപകട മരണത്തിന് അവാർഡായി നൽകി. അതിന് തൃപ്തിയല്ലാതെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി 60,48,000 രൂപ നഷ്ടപരിഹാരം വിധിച്ചു. പലിശ ചേർത്ത് 62,77,000 രൂപ മരണാനന്തര ചടങ്ങുകൾക്ക് ഉൾപ്പെടെ പൈസ കൊടുത്തു. സുപ്രീം കോടതി നിരീക്ഷണം, ഭാര്യമാർ ജോലിയില്ലാതെ വീട്ടിലെ പണികൾ മാത്രം ചെയ്ത് കുട്ടികളെ വളർത്തുന്നവരാണെങ്കിൽ ഹൗസ് വൈഫ് രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ പ്രക്രിയയിലാണ് അവരിയ്ക്കുന്നത്. കാരണം അവർക്ക് ജോലിയില്ലെങ്കിലും കുട്ടികളെ നല്ല രീതിയിൽ വളർത്തി സ്കൂളിൽ അയച്ച് പഠിപ്പിച്ച് അതിൻ്റെ പുറകെ നിന്ന് ആഹാര സമയത്തിന് കൊടുത്ത് അവരെ സമയങ്ങളിൽ ഉറക്കി അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആൾക്കാരെ ശക്തിയോടെ വളർത്തിക്കൊണ്ട് വരുന്നത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇവരാണ്. അതൊരു രാഷ്ട്ര നിർമ്മാണമാണ് എന്നാണ് അവർ പറയുന്നത്. സുപ്രീം കോടതി നിരീക്ഷണം അങ്ങനെയാണ്. അപ്പം ദിവസം അവർ വീട്ടിൽ കുട്ടികളെ സംരക്ഷിക്കുകയും അവരുടെ ആഹാരകാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അങ്ങനെ ചെയ്യുമ്പോൾ പുതിയ തലമുറകൾ രാഷ്ട്രത്തിന് ഉത്തമ മാതൃകകളായ തലമുറകളായി വളർന്നു വരുന്നത്, അതിന് അവർക്ക് വേതനം ലഭിക്കുന്നില്ല. ദിവസം 1000 രൂപ കണക്കാക്കി ഒരു മാസം 30,000 രൂപ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നഷ്ടപരിഹാരമായി കൊടുക്കണം. അങ്ങനെയാണ് 62,77,000 രൂപ കൊടുക്കാൻ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി വന്നത്. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ജോലിയില്ലാതെ ഭൂരിപക്ഷം സ്ത്രീകളും വീട്ടിൽ കഴിഞ്ഞുകൂടുന്നവരും വീട്ടുജോലികൾ ചെയ്യുന്നവരും വീട്ടിലെ ഭർത്താവിനും മക്കൾക്കുമൊക്കെ സംരക്ഷണം കൊടുക്കുകയും അവരുടെ തുണികൾ അലക്കി അവരുടെ ആഹാരം പാചകം ചെയ്ത്, കൂടാതെ വീട്ടിലെ പരിസരം വൃത്തിയാക്കുക, വീടുകളുടെ ചുറ്റുവട്ടത്തുള്ള സ്ഥലത്ത് കൃഷി ചെയ്യുക, വീട് അകവും വൃത്തിയായി സൂക്ഷിക്കുക, തുണികളെല്ലാം അലക്കുക. ഇതൊക്കെ നോക്കിക്കഴിയുമ്പോൾ 1000 രൂപ പോരാ എന്ന് നമുക്ക് തോന്നും. ദിവസേന 1000 രൂപ കണക്കാക്കിയാണ് സുപ്രീം കോടതി 30,000 രൂപ ഒരു മാസം. അങ്ങനെ അപകട സമയത്ത് ജീവിത നഷ്ടമാവുന്നവർക്ക് 30,000 രൂപ ഒരു മാസം നഷ്ടം കണക്കാക്കി വേണം ഇതുപോലെയുള്ള നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. അതാണ് ഈ കേസിൻ്റെ പ്രാധാന്യം ഇത്രയും വർദ്ധിച്ചത്. 62,77,000 രൂപ കൊടുക്കാൻ. പക്ഷേ 4 നൂറ്റാണ്ടെടുത്തു ആ ഹസ്ബൻഡിന് നിയമ പോരാട്ടം നടത്താൻ. 2001 സംഭവമാണ്. അപകടത്തിൽ ഭാര്യ മരിച്ചു. 35 വയസ്സേ ഉള്ളൂ. 3 കുട്ടികളുണ്ട്. അയാൾ കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്നത് രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹം ചെയ്തതും. പക്ഷേ ഇവിടെ ഭാര്യ ചെയ്യുന്ന പ്രവൃത്തി അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നു. അത് 30,000 വെച്ച് ഭാര്യയുടെ ആ കുട്ടികളെ വളർത്തുന്ന അവരുടെ ശിഷ്ടകാലം അല്ലെങ്കിൽ 60 വയസ്സ് വരെ വളർത്തുന്ന കണക്കാക്കിയുള്ള നഷ്ടപരിഹാരമായിരിക്കണം സുപ്രീം കോടതി അവാർഡ് ചെയ്തത്. എന്തായാലും സുപ്രധാനമായ വിധി തീർച്ചയായിട്ടും ഇനിയുള്ള എല്ലാ കേസിലും ഇത് ബാധകമാകും. എല്ലാ സ്റ്റേറ്റിലും ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന അപകടത്തിന് ആ ഹൗസ് വൈഫ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള നഷ്ടപരിഹാരം കൊടുക്കാൻ ഇവിടുത്തെ കോടതികളും ബാധ്യസ്ഥരാകും.